ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇവിടെ നല്ല മഴ കേട്ടോ. എല്ലായിടത്തുമൊക്കെ മഴയാണ്, എല്ലായിടത്തുമൊക്കെ മഴയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി മുതലേ നല്ല മഴ, ഇന്നലെ വൈകിട്ട് മുതലേ നമുക്ക് നല്ല മഴയാണ്. എന്തായാലും ഇടിയും കൊല്ലിയാനും ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുതലേ മഴയാണ്. ഇപ്പോഴും നമുക്ക് മഴ ചാറി നിൽക്കുക. അന്നാ അങ്ങ് പെയ്ത് മാറിയാൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിക്കൂടെ. ഇപ്പോഴാണ് നമുക്ക് വിരുന്ന് പോകാൻ പറ്റിയ സമയം കേട്ടോ. ഇപ്പം പോയാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ വീടുകളിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മഴ സമയമാകുമ്പോൾ കൂടുതലും കുക്കിങ്ങൊക്കെ എല്ലാ വീടുകളും എല്ലാവരും കാണും, ചൂടായിട്ടുള്ള ഭക്ഷണം കിട്ടും. പിന്നെ മഴയല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറയ്ക്കാനും എണ്ണപ്പലഹാരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കും. അപ്പോഴാണ് നമ്മളെല്ലാം വറപ്പൊക്കെ നടത്തുന്നത്. എന്ന് വെച്ചാൽ എണ്ണയിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കത്തില്ല, ചൂടായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ പോകാതിരിക്കുന്നവരെല്ലാം ഇപ്പം പോയിക്കോളൂ, വല്ലതുമൊക്കെ നന്നായിട്ട് നമുക്ക് ഞം കഴിക്കാം കേട്ടോ. അപ്പോഴേ നിങ്ങൾ പോകുന്നെങ്കിൽ എന്നെയും കൂടെ വിളിച്ചോ, ഞാൻ എപ്പോഴേ റെഡി. ഞാനിങ്ങനെ ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കും കേട്ടോ. എന്നെയും കൂടെ ആരെങ്കിലും എന്ന് വെച്ചാൽ മടി, അടുക്കളയിൽ കയറാൻ വയ്യ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ സപ്താഹം തുടങ്ങിയാൽ പിന്നെ എനിക്ക് മടിയാണെന്ന്. എല്ലാം വയ്ക്കുന്നുണ്ട്, പക്ഷെ ഞാനത് സപ്താഹമൊക്കെ തുടങ്ങിയാൽ പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകണ്ടേ. അതിന് ഞാൻ നേരത്തെ മീനൊക്കെ കറി വയ്ക്കും. അപ്പോൾ മീനുണ്ടെങ്കിൽ എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ ഒരു ഉഷാറും ഉന്മേഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബാധ കയറും. ഈ നാഗവല്ലിയൊക്കെ കയറുന്ന കണ്ടിട്ടില്ലേ, അപ്പടി വിടമാട്ടേന്നൊക്കെ ഞാൻ ഇന്നാളി പറഞ്ഞല്ലോ. ഇന്നാളി ഞാൻ പറഞ്ഞല്ലോ, പോറങ്ക് അപ്പടിയെ വിടമാട്ടേന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴതുപോലൊക്കെ ചിലപ്പം ഞാൻ നാഗവല്ലിയായി മാറും മീനില്ലാത്ത ദിവസം. പക്ഷേ ഇന്ന് മീനൊക്കെ ഉണ്ട്. അത് രാത്രിയിൽ നമ്മൾ എല്ലാം കറി വെച്ച് സെറ്റാക്കിയിട്ടാണ് നമുക്ക് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ, സപ്താഹം ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇന്ന് അമ്പലത്തിലൊന്നും പോയില്ല. ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കണമെന്ന് അവർ 2 ആഴ്ച മുമ്പേ വന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് ജുവലറി ഉദ്ഘാടനത്തിന് പോയത്. നമുക്ക് അത് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോഴും ഒരുങ്ങിക്കെട്ടിയിരുന്നു. എന്താണ് സംഭവിച്ചത്? രാവിലെ പെരുമഴയായത് കാരണം അവർ വേറെ ആരെയോ വിളിച്ചത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശരിയാണോ അത് ചെയ്തത്? ഈ ജുവലറിക്കാർ ചെയ്തത് ശരിയാണോ? ഈ സുപ്പൂനെ ആയിരുന്നു നേരത്തെ ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇത്തിരി മഴ പെയ്തു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അവരോ എന്നോട്? ഞാൻ വലിയ കാര്യത്തിൽ ഒരു സെലിബ്രിറ്റി ആവാം, അവിടെ ഇന്ന് താരമാവാന്നൊക്കെ വിചാരിച്ചു ദേ അങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി നിന്നതാണ്. മഴ ചതിച്ചു. രാവിലെ മഴ ചതിച്ചതുകൊണ്ട് നമ്മുടെ ആ ചാൻസ് പോയി. അപ്പോൾ ആരാണ് നിർവഹിച്ചതെന്നറിയാവോ? പുള്ളിക്കാരൻ്റെ പേരെന്താ? ചിറ്റയം ഗോപകുമാർ സാറ്. പുള്ളിയാണ് അത് നിർവഹിച്ചത് കേട്ടോ. എനിക്ക് പകരം ഞാൻ ഇന്നത്തേക്ക് വെറുതെ വിട്ടേക്കുന്നു. എൻ്റെ സാറേ, ഇന്നത്തേക്ക് ഞാൻ തൽക്കാലത്തേക്ക് വെറുതെ വിട്ടേക്കുന്നു. ഞാൻ നടത്തേണ്ട കർമ്മമാണ് പുള്ളി വന്ന് അടിച്ചു മാറ്റി ചെയ്തത്. ശരിയാണോ ഇത്? ഇന്ത്യ ചെയ്തത് ശരിയാണോ? പുള്ളിക്കാരൻ ചെയ്തത് ശരിയാണോ? തൽക്കാലത്തേക്ക് നമ്മൾ വിട്ടേക്കുന്നു. അപ്പോഴേ ഒരു കുഞ്ഞു ജ്വല്ലറിയാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനത്തിനൊക്കെ പോയത്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ് നമ്മളവിടെ പോയത്. കുഞ്ഞു കടയാണ്, നമ്മുടെ മോൻ തുടങ്ങിയൊരു കടയാണ് കേട്ടോ. അപ്പോഴേ കുഞ്ഞാണെങ്കിലും കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കേട്ടോ. എന്ന് നല്ല വിൽപ്പനയൊക്കെ നടന്ന് ചാകര ആരെന്നാണ് ഞാൻ കേട്ടത്. അപ്പോഴും സുപ്പും കുഞ്ഞും 2 മൂക്കുത്തിയൊക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നോ എന്തോ വേണ്ട, എത്ര കല്ലാന്ന് എണ്ണയില്ല കേട്ടോ. സംഭവം കൊണ്ടുവന്നങ്ങ് ഇട്ടു. 5 കല്ലാന്നോ 6 കല്ലാന്നോ, വെള്ളക്കല്ലയില്ല. എനിക്ക് ഉണ്ട് മൂക്കുത്തി, നടുക്ക് ചുമപ്പ് വന്നിട്ട് ചുറ്റിന് വെള്ളയായിരുന്നു. ഇത് ഫുള്ളെ വെള്ള. മോക്ക് ഒരെണ്ണം വാങ്ങിച്ചു, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു. ജുവലറി ഉദ്ഘാടനത്തിനൊക്കെ പോയതല്ലേ, ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംരംഭമല്ലേ. അപ്പോഴും നമ്മൾ അവരെയൊക്കെ വിജയിപ്പിച്ച് വിടണോ വേണ്ടായോ? നിങ്ങൾ പറ.
അപ്പോൾ വിജയൊക്കെ നല്ല വിജയമൊക്കെ ആയിരിക്കും, നന്നായിട്ട് വരട്ടെ നമ്മുടെ മക്കളുമാരൊക്കെ. നമുക്ക് അതൊക്കെയുള്ളൂ പ്രാർത്ഥന കേട്ടോ, വിജയിച്ച് വരട്ടെ. അപ്പോൾ കുഞ്ഞു കടയൊക്കെയാണ്, തെങ്ങമത്താണ് കട കേട്ടോ. നമ്മുടെ ഈ ലൊക്കാലിറ്റി ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. ദൂരക്കാരെ വേണമെങ്കിൽ വന്നോ, അപ്പോൾ ഞാൻ വന്നോളാം, നിങ്ങളുടെ കൂടെ വഴിയൊക്കെ പറഞ്ഞ് കടയുടെ ഫ്രണ്ടിൽ ഞാൻ കൊണ്ട് നിർത്തിക്കോളാം, നിങ്ങൾ വാങ്ങി എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത കേട്ടോ. അപ്പോൾ തെങ്ങമത്താണ് കട കേട്ടോ. ആ ലൊക്കാലിറ്റിയിൽ ആ ഒരു കടയുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള സംഭവങ്ങൾ, കൂടുതലും ലേഡീസാണ് അവിടെ നിൽക്കുന്നത്. അതാണ് കേട്ടോ, ലേഡീസാണ് അവിടെ കൂടുതലായിട്ടും ഇന്ന് കച്ചവടമൊക്കെ നടത്തിയത്. അവർ ഫാമിലി ആയിട്ടെല്ലാം ലേഡീസ് തന്നെയാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ മക്കളുമാരും ആങ്ങളെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ചെന്ന് കാണുമ്പം നല്ലൊരു സന്തോഷമാണ്. പെണ്ണുങ്ങളൊക്കെ നിന്ന് ഇങ്ങനെ എല്ലാ ഇതൊക്കെ പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്നെ അറിയാവുന്നവരാണ് എല്ലാവരും, നമ്മുടെ ബന്ധുക്കാരാണ്. അതുകൊണ്ട് സുപ്പുവിനെ നല്ല പരിചയമാണ്. അപ്പോഴങ്ങനെ കേട്ടോ, അങ്ങനെ സുപ്പു 2 സംഭവങ്ങൾ കൂടെ ചെയ്തു, ഒന്ന് മോക്കും കൊടുത്തൊന്നും ഞാനും ഇട്ടു കേട്ടോ. വേറെ വലിയതായിട്ടുള്ള സംഭവങ്ങളൊന്നും വാങ്ങിയ സുപ്പുവിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പൈസയില്ല കയ്യിൽ, പൈസയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാം, നമ്മുടെ മോനെ നന്നായിട്ട് കച്ചവടമൊക്കെ നടക്കട്ടെ കേട്ടോ. നമ്മൾ ചെല്ലും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടുണ്ട്, ചിത്തി വരാം കേട്ടോ, കാത്തിരുന്നോളാം കേട്ടോ. അപ്പോഴങ്ങനെ ജ്വല്ലറി ഉദ്ഘാടനം, ഞാൻ ഇച്ചിരി കുഞ്ഞായിട്ട് നമ്മൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ചെന്നതുകൊണ്ട് അന്നേരമുള്ള കുഞ്ഞു ഇച്ചിരി നമ്മുടെ ഈ കുഞ്ഞു മൊബൈലിനകത്ത് പിടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്കിഷ്ടപ്പെട്ടു, കടയൊക്കെ നല്ല കട, കുഞ്ഞു കടയാണെങ്കിലും നല്ല. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇന്നലെ നമ്മുടെ ചേച്ചി വന്നായിരുന്നേ. അപ്പോൾ ഈ നാത്തൂന് വെറുതെ ഇരിക്കുമല്ലേ, മഴയൊക്കെ അല്ലേ, നീ എന്നാൽ 2 നാട്ടുമാങ്ങ കഴിച്ചോന്നും പറഞ്ഞ് കൊണ്ട് തന്നതാ. വേണ്ട, നല്ല അടിപൊളി നാട്ടുമാങ്ങ. അതേ കുഞ്ഞു മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് മാവ് മുത്തശ്ശിയുടെ കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോഴാ മാവ് മുത്തശ്ശി തന്നുകൊണ്ടിരുന്നത് ഇതേലെ കുഞ്ഞു മാങ്ങയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഈ പഴുത്ത മാങ്ങ നമുക്ക് ഉപ്പിലിടാം. എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളത്തിനകത്തോട്ട് കാന്താരി മുളകൊക്കെ അങ്ങോട്ട് തല്ലി പൊട്ടിച്ചിടണം. എൻ്റെ സാറേ 1 മാസം 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ ഇവൻ സെറ്റാവും. എന്നിട്ട് ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം. അങ്ങോട്ട് സൂപ്പർ നീരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി കിടുക്കാച്ചി ആയിട്ട് കേട്ടോ. ആ മാങ്ങ തന്നെ ഇത് കേട്ടോ. ആരും കൊതി വിടരുത്, മഴയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓങ്ക്രി 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 ഓങ്ക്രി, കളയത്തിലിത് ഓങ്ക്രി പറഞ്ഞാലും കളയത്തിലിത് കഴിക്കും കേട്ടോ. മഴയാണെങ്കിൽ നമുക്ക് ഇന്ന് അടുക്കളയിൽ എല്ലാം ചെയ്തിട്ടൊക്കെ പോയേട്ടോ. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴയായ പിന്നെ നമ്മുടെ ഇതൊക്കെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എല്ലാവർക്കും കേട്ടോ. വീഡിയോ എടുക്കുന്ന ചേച്ചി, ഈ പുറത്തൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ മഴയാണെങ്കിൽ വലിയ ദുരിതം നമ്മുടെ വീഡിയോ എടുപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ തിന്നട്ടെ, പൊതിയൊന്നും വിട്ടേക്കരുത്. പിന്നെന്താ ഇവിടെ വിശേഷങ്ങളും? പിന്നെ പറയേണ്ട വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. തട്ടിയും മുട്ടിയൊക്കെ ഓരോ ദിവസം നമ്പരാനങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർക്കും ലൈക്കും നല്ല നല്ല കമൻറ്റുകൾ അയക്കുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഒത്തിരി നന്ദി കേട്ടോ. ആർക്കെങ്കിലും വേണോ കുഞ്ഞു മാങ്ങ? ഉപ്പ് ചോദിച്ചില്ലെന്ന് പരാതി പറഞ്ഞേക്കും കേട്ടോ. നല്ല അടിപൊളി മാങ്ങ കേട്ടോ. അപ്പോഴേ കുഞ്ഞു ജ്വല്ലറിയിലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞാനിത് ചപ്പിക്കൊണ്ടിരുന്നാൽ നിങ്ങളും അവിടെ ഇരുന്ന് കൊതിയും വീഴും, ആകെ കുഴപ്പമാവും. മഴയാണ്, വീണ്ടും പറയുകയാണ്, ആകെ കുഴപ്പമാവും. അപ്പോൾ നമുക്ക് ആ കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോഴടുത്തുള്ളവരോടൊക്കെ കേട്ടോ സുപ്പ് പറയുക, എന്താ കടയിലൊക്കെ പോയി സ്വർണ്ണമൊക്കെ എടുത്തോളൂ കേട്ടോ.
വേണമെങ്കിൽ പിന്നെ വേറൊരു സംഭവം, അവർക്ക് നറുക്കെടുപ്പുണ്ട്. ഇന്നും നാളെ മറ്റന്നാളും 5 ദിവസത്തേക്ക് നറുക്കെടുപ്പൊക്കെ ഉണ്ട്. അപ്പോഴും സുപ്പുവിൻ്റെ പേരൊക്കെ എഴുതി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുട്ടിച്ചാത്ത ഓം ക്രീം 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 എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പെട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അടിച്ചാ ഭാഗ്യം കേട്ടോ. കുട്ടിച്ചാത്തനെയൊക്കെ ഞാനിങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നാളെയായി, നാളത്തെ മറ്റന്നാളെയായി. ഞാൻ പറഞ്ഞു ഈ സുപ്രിയ എന്നുള്ള പേര് വരുമ്പോഴേ എന്നെ വിളിച്ചേക്കണേ. ഓ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭാഗ്യമുള്ളവർക്ക് അടിക്കല്ലേ. സുപ്പുന് ഭാഗ്യമുണ്ടെങ്കിൽ സുപ്പുന് കിട്ടും. നമുക്ക് നാളെ കണ്ടറിയാം കേട്ടറിയാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ആ കുഞ്ഞു വീഡിയോ ഒന്ന് കാണാൻ പോകാം കേട്ടോ.